കുസൃതിക്കാരൻ കുസൃതി നിർത്തിയില്ല. വീണ്ടും അയാൾ ഒരു ഉരുളം കല്ലിൽ നിന്ന് മറ്റൊരു ഉരുളം കല്ലിലേക്ക് എടുത്തു ചാടാൻ വേണ്ടി. എന്നാൽ ഇത്തവണ വീണ്ടും വഴുതിപ്പോയി മൂക്കും മുഖവും ഇടിച്ച് അയാൾ നിലത്തേക്ക് വീണു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ പ്രിയ ശിഷ്യനോട് വലിയ വേദനയോടുകൂടെ ഓടിച്ചെന്ന് ഗുരു കോരിയെടുത്ത് തന്റെ മറ്റേ തോളിലേക്കിട്ട് ആശ്വസിപ്പിക്കും. ഗുരുവിനോട് ശിഷ്യൻ പറയുന്നത് ഇപ്രകാരമാണ്: ഗുരുവേ, അങ്ങ് എന്നെ ചുമക്കുവാൻ മാത്രം ഞാൻ യോഗ്യനല്ല. അങ്ങ് എന്നെ ചുമക്കുവാനും മാത്രം ഞാൻ യോഗ്യനല്ല. എന്നാൽ ഗുരുമൊഴി ഇങ്ങനെയാണ് വരുന്നത്: നിന്നെയും ചുമക്കുക എന്നതാണ് എന്റെ ദൗത്യം, നിന്നെയും വഹിക്കുക എന്നതാണ് എന്റെ ദൗത്യം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് പരസ്പരം തിരുത്തുക എന്നൊരു വചനഭാഗം.